ഇന്ന് പറയാൻ പോകുന്നത് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻ പൊതുവെ നമുക്ക് 3 വൗച്ചറുകളാണ് നമ്മൾ ചെയ്യുക. ഒന്നാമത്തത് കോൺട്രാ വൗച്ചറിൽ ചെയ്യും, രണ്ടാമത്താണെങ്കിൽ പേയ്മെന്റ് വൗച്ചറിൽ ചെയ്യും, മൂന്നാമത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യുക. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ടാലി പ്രൈമിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ 3 തരത്തിലാണ് ട്രാൻസാക്ഷൻ ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഒന്നാമത്തത് കോൺട്രാ വൗച്ചറാണ്, രണ്ടാമത്തതാണെങ്കിൽ പേയ്മെന്റ് ആണ്, മൂന്നാമത്താണെങ്കിൽ റെസിപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാ വൗച്ചറിൽ നോക്കാം. അപ്പോൾ കോൺട്രാ വൗച്ചറിൽ നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണ് ചെയ്യാന്നുള്ളത് നോക്കാം. കോൺട്രയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? ഒന്ന്, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. സെക്കൻഡ് വണ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഇ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അതും നമ്മൾ ഏതിൽ തന്നെയാണ് ചെയ്യുക? കോൺട്രയിലാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഇവിടെ കോൺട്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ പറയുന്നത് നമുക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എൻട്രി ആണ്. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? ബൈ ബാങ്ക് ടു ക്യാഷ് എന്നാണ് എൻട്രി വരിക. അപ്പോൾ കോൺട്ര എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, ക്രെഡിറ്റ് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് കിടക്കുക. അപ്പോൾ നമ്മൾ എന്താണ് എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് എന്നുള്ളത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാഷ് എന്നുള്ളത് കൊടുക്കാം. നമ്മൾ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യണ എമൗണ്ട് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപയാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണത്. നമ്മൾ 2 ലാക്ക് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഡെറ്റർ എന്നുള്ളത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ബാങ്കാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ ബാങ്ക് എന്നുള്ളത് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ അടിച്ചു. നമുക്ക് ഈ എൻട്രി എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് നമ്മൾക്ക് സേവ് ചെയ്തു. ഇനി സെക്കൻഡ് കോൺട്രയിൽ എൻട്രി പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ വീണ്ടും നമ്മൾ കോൺട്ര തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റ് എന്നുള്ളത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ബാങ്കാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മളിവിടെ ബാങ്ക് എന്നുള്ളത് കാണിച്ചു. ബാങ്കിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ബാങ്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എമൗണ്ട് പറയണതാണെന്നുണ്ടെങ്കിൽ ഒരു 12,000 രൂപയാണ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ 12,000 രൂപ എന്നുള്ളത് കാണിച്ചു. നമുക്ക് എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനൊരു ബോക്സാണ് വരിക. അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് കുറച്ച് ഓപ്ഷൻസ് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ 3 തരത്തിലുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളൂ. പക്ഷെ നമ്മൾക്ക് കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് കിട്ടും. അതായത് നമ്മുടെ ഈ ബാങ്കിങ് അതായത് നമ്മൾ ഇവിടെ ബാങ്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ബാങ്ക് ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കണം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഷോ മോർ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഷോ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് അപ്പോൾ ഷോ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത്രയും ഡീറ്റെയിൽസ് വരും. നമ്മൾ എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്നത്? ATM വഴിയാണോ, കാർഡ് വഴിയാണോ, ചെക്ക് വഴിയാണോ, ECS ആണോ, ഇ ഫണ്ട് ട്രാൻസ്ഫർ ആണോ, ഇലക്ട്രോണിക് ചെക്ക് ആണോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ നമുക്ക് കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യണത് ഇപ്പോൾ ATM വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ATM കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻട്രി അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എൻട്രി സേവ് ചെയ്തു. ഈ എൻട്രി നമുക്ക് എൻട്രി അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇത് സേവ് ചെയ്തു. നമ്മൾ ആ എൻട്രി സേവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഡിപ്പോസിറ്റ് ചെയ്യണ എൻട്രി ചെയ്ത് കഴിഞ്ഞു, അതേപോലെ തന്നെ വിഡ്രോ ചെയ്യണ എൻട്രി ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ വേറൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യണത്. നമുക്ക് ഇപ്പം നമ്മൾക്ക് തന്നെ 2 ബാങ്കുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു ബാങ്കിലെ പൈസ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതും നമ്മൾ ഏതിൽ തന്നെയാണ് ചെയ്യുക? കോൺട്രയിൽ തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബറോഡ ബാങ്കിൽ നിന്ന് പഞ്ചാബ് ബാങ്കിലേക്കാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബറോഡ ബാങ്കിൽ നിന്ന് നമ്മൾ പഞ്ചാബ് ബാങ്കിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? ബൈ പഞ്ചാബ് ബാങ്ക് ടു ബറോഡ ബാങ്കാണ് എൻട്രി വരിക. അപ്പോൾ 2 എന്നുള്ളത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ബറോഡ ബാങ്കാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബറോഡ ബാങ്ക് കാണിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്രെഡിറ്റ് ആണ് വന്ന് കിടക്കുക. അപ്പോൾ ക്രെഡിറ്റ് എന്നുള്ളത് എന്താ കൊടുക്കേണ്ടത്? ബറോഡ ബാങ്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ബറോഡ ബാങ്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 രൂപയാണ് പഞ്ചാബ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളിവിടെ സ്പേസ് ബാർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഷോ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു.
നമുക്കിവിടെ ഷോ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് ട്രാൻസ്ഫറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഫണ്ട് ട്രാൻസ്ഫറാണ് യൂസ് ചെയ്യുക. നമുക്ക് ഇവിടെ ഈ ഫണ്ട് ട്രാൻസ്ഫർ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. നമ്മുടെ എൻ്റർ അടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ടു എന്നുള്ളിടത്ത് എന്താണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഇവിടെ നമുക്ക് ഡെബിറ്റ് എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? പഞ്ചാബ് ബാങ്കാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ബറോഡ ബാങ്കിൽ നിന്ന് പഞ്ചാബ് ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാബുക്ക് എടുത്തിട്ട് നോക്കാം. നമ്മുടെ ഡിസ്പ്ലേയിൽ ഡാബുക്ക് എടുത്ത് നോക്കി നമുക്ക് ഇവിടെ എൻട്രി നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോൺട്രയിലുള്ള എൻട്രീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഈ ഫണ്ട് ട്രാൻസ്ഫറിലാണോ നമ്മുടെ ATM ആണോ ഇതൊന്നും നമുക്ക് ഡാബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അപ്പം നമുക്ക് ഏത് വഴിയാണ് എമൗണ്ട് എല്ലാതും ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് റീകൺസിലിയേഷനിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ ഇവിടെ യൂട്ടിലിറ്റിയിലെ ബാങ്കിങ് ആണ് എടുക്കേണ്ടത്. ഇവിടെ ബാങ്കിങ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിനാണെങ്കിൽ ബാങ്ക് റീകൺസിലിയേഷൻ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ എടുത്തു. അപ്പം നമുക്ക് ഏത് ബാങ്ക് ആണെന്നുള്ളത് നമുക്ക് ഇവിടെ എടുക്കാം. ഇപ്പം നമുക്ക് ബറോഡ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബറോഡ ബാങ്കിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പം നമുക്ക് പഞ്ചാബ് ബാങ്ക് ആണെങ്കിൽ നമ്മൾ പഞ്ചാബ് ബാങ്കിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പം നമുക്കിവിടെ ബാങ്ക് റീകൺസിലിയേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ എല്ലാ ബാങ്കുകളും ഇവിടെ കാണിക്കും. അപ്പം നമുക്ക് ഫസ്റ്റിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാങ്ക് എടുത്തു. അപ്പോൾ ബാങ്ക് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എങ്ങനെയാണ് ട്രാൻസ്ഫർ ടൈപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലാണെങ്കിൽ ക്യാഷാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ബാക്കി രണ്ടെണ്ണം നമ്മൾ ഏതിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ATM വഴിയാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബാങ്ക് എടുത്ത് നോക്കാം. അപ്പോൾ അടുത്ത ബാങ്ക് പറയുന്നത് എന്താണ്? ബറോഡ ബാങ്കാണ്. അതായത് നമ്മുടെ പ്രൈമറി ബാങ്ക്. അപ്പോൾ ബറോഡ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ബറോഡ ബാങ്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബറോഡ ബാങ്കിൽ ഏത് വഴിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്? NEFT വഴിയാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മളവിടെ ഈ ഫണ്ട് ട്രാൻസ്ഫർ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫണ്ട് ട്രാൻസ്ഫറിൽ വരുന്നതാണ് എന്ത്? NEFT എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കും നമുക്ക് ട്രാൻസ്ഫർ ടൈപ്പിൽ വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ NEFT ആയിട്ടാണ് കാണിക്കുക. ഇപ്പം നമ്മുടെ കോൺട്രയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് നോക്കാം. അതായത് നമ്മൾ പൈസ കൊടുക്കുന്നു, അതായത് നമ്മൾ ചെക്ക് വഴി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ബില്ല് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് എല്ലാ മാസവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ഉള്ളിടത്ത് നമുക്ക് ഇവിടെ ലൈറ്റ് ബിൽ എന്നുള്ളത് അടിച്ചു. ലൈറ്റ് ബില്ലിലെ എമൗണ്ട് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 15,000 അടിച്ചു. അപ്പോൾ 15,000 എന്നുള്ളത് അടിച്ചു. 2 എന്നുള്ളിടത്താണെന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ഫണ്ട് ട്രാൻസ്ഫറിലേക്കാണ് നമ്മൾ കൊടുക്കുക. ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഈ ഫണ്ട് ട്രാൻസ്ഫർ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ അക്കൗണ്ടിലെ നമ്പർ എല്ലാതും ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇത് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലൈറ്റ് ബില്ലിൻ്റെ അവിടേക്ക് പോകാം. ഈ ലൈറ്റ് ബില്ലിനെ ഓൾട്ടർ ചെയ്യണമെങ്കിൽ കൺട്രോൾ എൻ്റർ ആണ് അടിക്കേണ്ടത്. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ എൻ്റർ അടിക്കാം. അപ്പോൾ കൺട്രോൾ എൻ്റർ അടിക്കുന്ന സമയത്ത് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമ്മളിങ്ങനെ എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ബാങ്കിങ് ഡീറ്റെയിൽസ്, പ്രൊവൈഡ് ബാങ്ക് ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്തത് കൊണ്ടാണ് അവിടെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജസ്റ്റ് നമുക്ക് ഇതിപ്പോൾ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു. ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് സേവ് ചെയ്തു. ഇനി വേറൊരു എൻട്രി പറഞ്ഞാൽ ഇപ്പോൾ ടെലിഫോൺ ബില്ല് കൊടുക്കുന്നത് ചെക്ക് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ടെലിഫോൺ ബിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ടെലിഫോൺ ബില്ല് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ട് വെക്കാം. നമ്മൾ എൻ്റർ അടിച്ചു. ഇപ്പോൾ ടെലിഫോൺ ബില്ലാണെന്നുണ്ടെങ്കിൽ ഒരു 13,000 കൊടുത്തു. 2 എന്നുള്ളിടത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ബാങ്ക് കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇത് ചെക്ക് വഴിയാണ്. അപ്പോൾ ഇവിടെ ചെക്ക് എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ ചെക്ക് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. നമ്പർ, എല്ലാ ഡീറ്റെയിൽസും, ചെക്കിൻ്റെ നമ്പർ, ഇൻസ്ട്രുമെൻറ്റ് ഡേറ്റ്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ആ എൻട്രി സേവ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ എല്ലാ മാസത്തിലും നമ്മളൊരു ഫിക്സഡ് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് പോളിസി കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹെൽത്ത് പോളിസി കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ECS മോഡാണ് അവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻഷുറൻസ് പോളിസിയുടെ എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ എമൗണ്ട് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 16,000 കൊടുത്തു.
എൻ്റർ അടിച്ചു. ടു ബാങ്ക് എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഷോ മോർ ക്ലിക്ക് ചെയ്യാം. അങ്ങനെയുള്ള പേയ്മെൻറ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ECS മോഡാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ECS മോഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഓരോ മാസവും ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ടുകൾ ഇങ്ങനെയുള്ള എമൗണ്ടിലേക്ക് ഫിക്സഡ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ECS മോഡാണ് എടുക്കുക. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമ്മൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് 2 മോഡിലാണ് നമ്മൾ ചെയ്യുക. ഒന്നാണെന്നുണ്ടെങ്കിൽ NEFTയും രണ്ടാമത്താണെന്നുണ്ടെങ്കിൽ RTGSഉം. അതായത് 2 ലക്ഷത്തിന് താഴെ, അതായത് 2 ലക്ഷം വരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ NEFT വഴിയാണ് യൂസ് ചെയ്യുക. 2 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ RTGS വഴിയാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ടാലിയിൽ നമുക്ക് ഓപ്ഷൻ കാണില്ല. പക്ഷേ ടാലി ഓട്ടോമാറ്റിക് ആയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് എടുത്തോളും. 2 ലക്ഷം വരെയാണെന്നെങ്കിൽ അത് NEFT ആയിട്ട് എടുക്കും, 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അത് RTGS ആയിട്ട് എടുക്കും. നമുക്കൊരു എക്സാമ്പിൾ വഴി നമുക്കത് നോക്കാം. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പോൾ ഇവിടെ ബൈ രാജ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ എമൗണ്ട് പറയുന്നത് ഒരു 1,50,000 ആണ് കൊടുക്കുന്നത്. 1,50,000 കൊടുത്തു, എൻ്റർ അടിച്ചു. ടു എന്നുള്ളടത്ത് ബാങ്ക് കൊടുത്തു. ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ ആണ് കൊടുക്കേണ്ടത്. ഫണ്ട് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ഒരു പേയ്മെൻറ്റ് കൂടി കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ സോമന് ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നു. 2,50,000 ആണ് കൊടുക്കുന്നത്. ഇവിടെ 2,50,000 അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ ബാങ്ക് കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടതാണെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫറിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫണ്ട് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ബാങ്കിങ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ബാങ്ക് റീകൺസിലിയേഷൻ എടുക്കാം. അപ്പോൾ അതിൽ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ ആദ്യത്തെ പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1,50,000 ആയിരുന്നു. അത് ഇതാണ് വന്നിരിക്കുന്നത്, ട്രാൻസാക്ഷൻ ടൈപ്പ് NEFT ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പേയ്മെൻറ്റ് കൊടുത്തുള്ളത് ഏതായിരുന്നു? 2,50,000 ആണ് വന്നിട്ടുള്ളത്. അത് ഏതിലേക്കാണ് വന്നിരിക്കുന്നത്? RTGS ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെബിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ടൈപ്പ് കിട്ടില്ല. നമുക്ക് റീകൺസിലേഷൻ ചെയ്യുന്ന സമയത്ത്, കാരണം അപ്പോഴാണല്ലോ നമുക്കിത് അറിയേണ്ടത്. നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏത് വഴിയാണ് പേയ്മെൻറ്റ് പോയിട്ടുള്ളത് എന്നുള്ളത് അറിയണം. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത എൻട്രി ഏതാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രൊപ്പറേറ്റർ പൈസ ബാങ്കിൽ നിന്ന് എടുക്കും. അപ്പോൾ അത് നമ്മൾ ഏതിൽ തന്നെയാണ് ചെയ്യുക? പേയ്മെൻറ്റിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡ്രോയിങ്സ് എടുത്തു. അണ്ടർ നമുക്ക് ക്യാപിറ്റലിലേക്കാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അണ്ടർ ക്യാപിറ്റലിലേക്ക് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ ഒരു 1,500 റുപ്പീസാണ് എടുക്കുന്നത്. 1,500 റുപ്പീസ് എടുത്തു. 2 എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുത്തു. ഇവിടെ നമുക്ക് ചെക്ക് വഴിയാണ് എമൗണ്ട് എടുക്കുന്നത്. ഇവിടെ ചെക്ക് കൊടുത്തതിന് ശേഷം ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. ഇനി ഇതേപോലെ ബാങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാങ്ക് ചാർജസ് ഒക്കെ ഈടാക്കും. അപ്പോൾ അത് നമ്മൾ ഏതിൽ തന്നെയാണ് ചെയ്യുക? പേയ്മെൻറ്റിൽ തന്നെയാണ് ചെയ്യുക. ഇവിടെ ബാങ്ക് ചാർജസ് എന്നുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ എമൗണ്ട് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 750 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ 2 എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുത്തു. ഇവിടെ 2 എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാങ്ക് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് ഫണ്ട് ട്രാൻസ്ഫറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പൈസ ബാങ്കിലേക്ക് കിട്ടും. അപ്പോൾ ഏതിനാണ് ചെയ്യുക? റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഒരു പാർട്ടി പൈസ തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഒരു പാർട്ടി പൈസ തരികയാണ് ചെയ്യുന്നത്. ഇപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ രോഹിത് എന്നുള്ളൊരു പാർട്ടിയെ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ രോഹിത് ആണെങ്കിൽ ഇത്രയും എമൗണ്ട് തരാനുണ്ട്. ഇപ്പോൾ ഒരു 15,000 തരുന്നു. ഇപ്പോൾ 15,000 അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ ഓൺ അക്കൗണ്ടിലേക്ക് വന്നു. ഇവിടെ ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു. നമുക്ക് ഇവിടെ എന്തായിട്ടാണ് കിട്ടുന്നത്? അപ്പോൾ ചെക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ചെക്കായിട്ട് കാണിക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ എൻട്രി സേവ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ എന്തും നമ്മൾ ഏതിൽ തന്നെയാണ് ചെയ്യുക? റെസിപ്റ്റ് തന്നെയാണ് ചെയ്യുക. ഇവിടെ Alt+C അടിച്ചു. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് കാണിക്കാം. അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം ഇത് നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1,200 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ ബാങ്ക് കാണിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ്. ഇപ്പം നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ എല്ലാ മോഡിലും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കോൺട്രയിൽ എങ്ങനെയാണ് ചെയ്യുക, പേയ്മെൻറ്റിൽ എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ തന്നെ റെസിപ്റ്റിൽ എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ, NEFT, RTGS ഇതിനെക്കുറിച്ചിട്ട് എല്ലാം നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു.
അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.